നേരിമംഗലം ദേശീയപാതയോരത്ത് അപകട ഭീഷണി ഉയർത്തുന്ന മരങ്ങളെല്ലാം ഉടൻ തന്നെ മുറിച്ചു നീക്കുമെന്ന് വനം വകുപ്പ് മന്ത്രി എ.കെ. ശശീന്ദ്രൻ നിയമസഭയിൽ അറിയിച്ചു. ആന്റണി ജോൺ എം.എൽ.എയുടെ ചോദ്യത്തിനുള്ള മറുപടിയായാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ വില്ലാഞ്ചിറ മുതൽ നേരിമംഗലം വരെയും ഇടുക്കി റോഡിലുമാണ് വൻമരങ്ങൾ അപകട ഭീഷണിയായി തുടരുന്നത്. കഴിഞ്ഞ 24-നാണ് വില്ലാഞ്ചിറയിൽ കാറിന് മുകളിൽ മരം വീണ് ഒരാൾ മരിച്ചത്. ഇതിനു പിന്നാലെ അപകടകരമായ രീതിയിൽ നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റുമെന്ന് വനം വകുപ്പ് ഉറപ്പു നൽകിയിരുന്നു. എന്നാൽ അപകടം നടന്നതിന് സമീപമുള്ള ഏതാനും മരങ്ങൾ മാത്രമാണ് മുറിച്ചു മാറ്റിയത്. വിഷയം നിയമസഭയിൽ അവതരിപ്പിച്ച് കാലാവസ്ഥ പ്രതികൂലമാകുമെന്ന മുന്നറിയിപ്പ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വിഷയത്തിൽ അടിയന്തര ഇടപെടൽ വേണമെന്ന് ആന്റണി ജോൺ എം.എൽ.എ. ആവശ്യപ്പെട്ടിരുന്നു. ഈ നേരിമംഗലത്തെ ഈ വിഷയത്തിന് ശേഷം ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ശ്രദ്ധയിൽ വിഷയം കൊണ്ടുവരികയും അദ്ദേഹം ഇടപെടുകയും കുറേ പാഴ്മരങ്ങളടക്കം ഈ പ്രദേശത്ത് മുറിച്ചു മാറ്റിയിട്ടുണ്ട്. എന്നാൽ ഇനിയും കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലും ഇടുക്കി റോഡിലുമടക്കം ഇതിന് സമാനമായ വിഷയങ്ങൾ കേരളത്തിന്റെ പല പ്രദേശങ്ങളിലും ഈ ഫോറസ്റ്റ് ഭൂമിയോട് ചേർന്ന പ്രദേശങ്ങളിൽ ഉണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അപ്പോൾ ഇനിയും അത്തരത്തിലുള്ള മരങ്ങൾ നിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കാലാവസ്ഥ കൂടുതൽ പ്രതികൂലമായി മാറുമെന്ന മുന്നറിയിപ്പ് ഒക്കെ വരുന്ന സാഹചര്യത്തിൽ അതുപോലുള്ള പാഴ്മരങ്ങളും അപകടകരമായി നിൽക്കുന്ന മരങ്ങളും ഒക്കെ അടിയന്തരമായി അതിന്റെ ശിഖരങ്ങളടക്കം മുറിച്ചു മാറ്റുന്നതിന് വേണ്ട ശക്തമായ ഒരു ഇടപെടൽ ഉണ്ടാകുമോ സർ? റോഡിന്റെ ഇരുവശത്തുമുള്ള മരങ്ങൾ മുറിച്ചു മാറ്റണമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും അവശേഷിക്കുന്ന അപകടകരമായ രീതിയിൽ നിൽക്കുന്ന മരങ്ങൾ ഉടൻ തന്നെ മുറിച്ചു മാറ്റുമെന്നും വനം മന്ത്രി എ.കെ. ശശീന്ദ്രൻ നിയമസഭയിൽ പറഞ്ഞു. സർ, കാലവർഷക്കാലത്ത് ഗുരുതരമായ ദുരന്തങ്ങൾ ഉണ്ടാക്കുമെന്ന കാലാവസ്ഥാ മുന്നറിയിപ്പ് ഗവേഷണ കേന്ദ്രം നമുക്ക് നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ റോഡിന് ഇരുവശവുമുള്ള അപകടകാരിയായ വൃക്ഷങ്ങൾ മുറിച്ചു മാറ്റണമെന്ന നിർദ്ദേശം നൽകിയിരുന്നു. ആ നിർദ്ദേശം കുറിച്ച് ചർച്ച ചെയ്യുന്നതിനിടയിലാണ് ബഹുമാനപ്പെട്ട അംഗത്തിൻ്റെ നാട്ടിൽ ദൗർഭാഗ്യകരമായ ഒരു സംഭവം ഉണ്ടാകുന്നത്. റോഡിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്ന കാറിൻ്റെ മുകളിൽ ഒരു മരം പൊട്ടി വീഴുകയും ഒരാൾ മരിക്കുകയും മറ്റുള്ളവർ ഗുരുതരാവസ്ഥയിൽ കഴിയുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അടിയന്തരമായ ഇടപെടൽ നടത്തുകയും മരങ്ങൾ മുറിച്ച് നീക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും ബാക്കിയുണ്ടെങ്കിൽ തീർച്ചയായും ഈ 2 റോഡുകളിലെയും അപകടകാരിയായ മരങ്ങൾ മുറിച്ചു മാറ്റുന്നതിനാവശ്യമായ നിയമപരമായ നടപടികൾ സ്വീകരിക്കുന്നതാണെന്ന് ഉറപ്പു നൽകുന്നു. മഴക്കാലമായതോടെ ഇതുവഴിയുള്ള യാത്രയും ഭയപ്പാടോടെയാണ്. റോഡിനോട് ചേർന്ന് മൺതിട്ടയിടിഞ്ഞ് വേരുകൾ പുറത്തു കാണാവുന്ന രീതിയിലാണ് വൻമരങ്ങൾ നിൽക്കുന്നത്. ഇനിയും ദുരന്തത്തിന് സാക്ഷിയാകാതെ അപകട മരങ്ങൾ നീക്കം ചെയ്യാൻ അടിയന്തര നടപടി വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. KCV ന്യൂസ്, നേരിമംഗലം.